പുറത്തെ കാര്യങ്ങൾ ബിഗ് ബോസിനുള്ളിൽ വന്ന് പറയരുത് എന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഒരു റൂളാണ്. അതിനിപ്പോൾ റീ എൻട്രി ആയാലും വൈൽഡ് കാർഡ് എൻട്രി ആയാലും ആരായാലും. റസ്മിൻ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞു ഒരു ദൂതുമായിട്ടായിരിക്കും വരുന്നത് എന്ന്. കൃത്യമായി അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. റസ്മിൻ വന്നു, പുറത്തെ കാര്യങ്ങൾ അപ്പോഴപ്പോഴായി ജാസ്മിനോട് പറഞ്ഞു. അതിലേറ്റവും പ്രധാനമായിട്ട് ജാസ്മിന് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്നും നല്ലൊരു ഫാൻ ബേസ് ഉണ്ടെന്നും ഒക്കെ പറയാതെ തന്നെ പറയുന്നുണ്ടായിരുന്നു. 10 8 പേരെ എടുത്താൽ 8 പേരും നിന്നെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് റസ്മിന് പലപ്പോഴായിട്ട് ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴിതാ ഫൈനൽ വാർണിംഗ് എന്ന് വേണം കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഫിനാലെ വീക്കാണ്. 6 കണ്ടസ്റ്റൻസും ഫൈനലിസ്റ്റാണ്. അവർ ഇവിടെ നിൽക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ ഒരു മത്സര ബുദ്ധിയും എക്സൈറ്റ്മെൻറ്റോടെയൊക്കെയാണ് നിൽക്കുന്നത്. അവരുടെ ഗെയിം സ്പിരിറ്റ് വെറുതെ കളഞ്ഞു കുളിക്കരുത്. ഇങ്ങനെ പുറത്തെ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അവരുടെ ഗെയിം സ്പിരിറ്റാണ് നഷ്ടപ്പെടുന്നത് എന്ന് റസ്മിൻ സത്യത്തിൽ അപ്പോൾ തന്നെ ചമ്മി നാറി. റസ്മിൻ അതിന് പറഞ്ഞ മറുപടി ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയതാണെന്നാണ്. ഇത് മോട്ടിവേഷനല്ല, വിവരമില്ലായ്മയാണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. എന്തായാലും റസ്മിന് കിട്ടേണ്ടത് കിട്ടി. അത് കഴിഞ്ഞ് ചമ്മല മാറ്റാനായി പാട്ടും പാടി കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ തട്ടയിൽ തൊട്ടതിൻ്റെ പേരിൽ റസ്മിൻ ഇപ്പോൾ എന്തായാലും കൊല്ലപ്പെട്ടിരിക്കുകയാണ്.